ഇന്നെനിക്ക് കുറച്ച് ജാമ്പയ്ക്ക കിട്ടി. അപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു അച്ചാറുണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ജാമ്പയ്ക്ക വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഈ കഴുകിയെടുത്ത ജാമ്പയ്ക്ക വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിൽ വെള്ളത്തിൻ്റെ ഈർപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടി ഒരു ടവലുണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. എന്നിട്ട് ഇത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ചീനച്ചട്ടി എടുക്കണം. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ല എണ്ണ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലോട്ട് കുറച്ച് ഉലുവയും കടുകും പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പില. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ആ ജാമ്പയ്ക്കയും കൂടെ ഇതിലോട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഗ്യാസ് ഓണാക്കി ചെറിയ തീയിലിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരപ്പെല്ലാം കൂടെ ഇതിൽ നല്ലതുപോലെ പിടിച്ച് വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. പിന്നെ നമുക്ക് കുറച്ച് കായം കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 2-3 ദിവസം ഒന്ന് ഇതേപോലെ വെച്ചേക്കണം. പിന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ല സെറ്റായി വരും. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ജാമ്പയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.